കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധി എന്താണ് എന്നതാണ് കഴിഞ്ഞ 2 ഫോക്കസുകളിലൂടെ നമ്മൾ നോക്കിയതെങ്കിൽ മൂന്നാമത്തെ ഫോക്കസിൽ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലേക്ക് പോയാൽ അവിടെയും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. കോൺഗ്രസിന് അധികാരം കൈവശമുള്ള 3 സംസ്ഥാനങ്ങളിൽ ഒന്ന് കർണാടകയാണ്. ഏറ്റവും വലിയ അധികാരം കയ്യിലുള്ള ഏറ്റവും വലിയ സംസ്ഥാനവും കർണാടകയാണ്. അവിടെ വലിയ ഭരണ പ്രതിസന്ധി ഉടലെടുത്തിട്ട് ദിവസങ്ങളായിരിക്കുന്നു. 2.5 വർഷം കഴിയുമ്പോൾ ഭരണമാറ്റം എന്നത് DK ശിവകുമാറിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉറപ്പു നൽകിയിരുന്നതാണ്. പക്ഷേ ആ അധികാര കൈമാറ്റം നടന്നിട്ടില്ല. അത് DK ശിവകുമാർ എന്ന ഉപമുഖ്യമന്ത്രിയെ അസ്വസ്ഥരാക്കുന്നു. അദ്ദേഹം അത് ഹൈക്കമാൻഡിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനായി നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ ഡിസംബർ 1 മുൻപ് ഒരു തീരുമാനം ഉണ്ടാകും എന്ന് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദങ്ങളാണ് ഇരു നേതാക്കളും നേതൃത്വത്തിൽ ചെലുത്തുന്നത്. പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുകയാണ്. DKയുടെ BJP ബാന്ധവം ചൂണ്ടിക്കാട്ടിയാണ് സിദ്ധാരാമയ്യ എത്തുന്നതെങ്കിൽ സിദ്ധാരാമയ്യക്കെതിരായ BJP ഉയർത്തുന്ന അഴിമതികൾ നേതൃത്വത്തിന് മുന്നിൽ കൊണ്ടുവന്നാണ് DK അതിനെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ ആർക്കൊപ്പം ഹൈക്കമാൻഡ് നിൽക്കും എന്നതാണ് വലിയ ചോദ്യം. ആർക്കൊപ്പം നിന്നാലും എന്താകും കർണാടകയിലെ അവസ്ഥ എന്നത് കാത്തിരുന്ന് കാണേണ്ടുന്ന സാഹചര്യവുമാണ്. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകാതെ ഭരണം കൈവിട്ടു പോകാതെ ഒരു പ്രശ്ന പരിഹാരത്തിന് സാധ്യമാകുമോ എന്നതാണ് പരിശോധിക്കേണ്ടത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് 2 പേരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഇതിലൊരു തീർപ്പുണ്ടാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഖർഗെ, ദേശീയ അധ്യക്ഷൻ ഖർഗെ അദ്ദേഹത്തിന്റെ തന്നെ അവസ്ഥ എന്താണ് എന്നത് ആ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാഹുലും പ്രിയങ്കയും ഒക്കെ ആയിരിക്കും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് ഖർഗെ പറയാതെ പറഞ്ഞത്. എന്തായാലും ആ തീരുമാനം നടക്കാനിരിക്കെയാണ് വലിയ സമ്മർദ്ദം ഇരു നേതാക്കളും ചെലുത്തുന്നത്. DK ശിവകുമാറുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കുള്ളിൽ ഗണഗീതം ആലപിച്ചത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നതാണ്. ആ ഗണഗീതം ആലപിച്ചതുൾപ്പെടെ ഇദ്ദേഹത്തിന് DK ശിവകുമാറിന് BJPയുമായുള്ള ബന്ധം അല്ലെങ്കിൽ അവരുമായുള്ള അടുപ്പം, ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ DK എന്തൊക്കെ ചെയ്യും, അവർക്കൊപ്പം പോകും തുടങ്ങിയ സാഹചര്യങ്ങളും സാധ്യതകളും ചൂണ്ടിക്കാട്ടിയാണ് സിദ്ധാരാമയ്യ ഹൈക്കമാൻഡിന് കത്ത് നൽകിയിരിക്കുന്നത്. ഹൈക്കമാൻഡിനെ അക്കാര്യങ്ങൾ ബോധിപ്പിച്ചിരിക്കുന്നത്, വലിയ സമ്മർദ്ദം ചെലുത്തുന്നത്. തൻ്റെ ഒപ്പമാണ് MLAമാർ, തൻ്റെ ഒപ്പമാണ് അവിടുത്തെ മറ്റ് സമുദായ ആളുകൾ എല്ലാം ഉള്ളത് എന്ന തൻ്റെ ഹോൾഡ് എന്താണ് കർണാടകയിൽ എന്നത് ഹൈക്കമാൻഡിനെ ആവർത്തിച്ചുറപ്പിക്കുകയാണ് സിദ്ധാരാമയ്യ ചെയ്യുന്നത്. 3 വർഷമെങ്കിലും അധികാരത്തിൽ തുടരാൻ ഉള്ള, അതായത് ഇനി 1 വർഷം കൂടി അധികാരത്തിൽ തുടരാനുള്ള വലിയ സമ്മർദ്ദമാണ് സിദ്ധാരാമയ്യ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. മറുപക്ഷത്ത് DK ശിവകുമാർ, BJP നേതൃത്വം സിദ്ധാരാമയ്യക്കെതിരെ ഉയർത്തുന്ന വലിയ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വൊക്കലിംഗ സമുദായത്തിന്റെ പിന്തുണ തനിക്കാണ് എന്നത് ഓർമ്മിപ്പിക്കുന്നു. മാത്രവുമല്ല MLAമാരിൽ പലരും തനിക്കൊപ്പമാണ് എന്നത് സൂചിപ്പിക്കുന്നു. G. പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവകാശവാദങ്ങളാണ് ഇപ്പോൾ ഇരു നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും ഈ പ്രശ്നം ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം ഇരു നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 2023 മെയ് 20-നാണ് സിദ്ധാരാമയ്യ സർക്കാർ അധികാരത്തിലേറിയത്. 2.5 വർഷം ഭരണം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ശിവകുമാർ മുഖ്യമന്ത്രി പദം കൈമാറണമെന്ന ആവശ്യം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നേതൃമാറ്റം ഉചിതമായ സമയത്തുണ്ടാകും എന്ന് DKക്ക് നേരത്തെ നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു. എപ്പോഴാണെന്ന് പക്ഷേ അത് വ്യക്തമാക്കിയിട്ടില്ല. ഈ മുഖ്യമന്ത്രിയെ മാറ്റില്ലെന്ന രീതിയിൽ പിന്നീട് പരസ്യമായി പ്രതികരിച്ചത് സിദ്ധാരാമയ്യ പക്ഷത്ത് ആത്മവിശ്വാസം നൽകിയ ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വാക്ക് എന്നത് സത്യമാണെന്നും വാക്കാണ് പാലിക്കപ്പെടേണ്ടതെന്നും വാക്കാണ് സത്യമെന്നും നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് DK രംഗത്ത് വരുന്നത്. അതിനു മുൻപുള്ള സമ്മർദ്ദങ്ങൾ ഫലം കാണില്ല എന്ന് തോന്നിയപ്പോഴാണ് പരസ്യമായിട്ടുള്ള ഇത്തരം പ്രതികരണത്തിലേക്ക് കൂടി DK ശിവകുമാർ എത്തുന്നത്. അത് അദ്ദേഹം ഒരു എക്സ്പോസ്റ്റായിട്ടും ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ആരായാലും, ഏത് പൊസിഷനിലുള്ള വ്യക്തിയായാലും, ജഡ്ജിയായാലും, മനുഷ്യരാരായാലും വാക്ക് പാലിക്കുക എന്നതാണ് ചെയ്യേണ്ടത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഹൈക്കമാൻഡിന് DK ശിവകുമാർ നൽകിയത്. പിന്നീട് ഒരു പാർട്ടി പരിപാടിയിലും
അദ്ദേഹം അക്കാര്യം ആവർത്തിച്ചു. ಪವರ್ ಇಸ್ ವರ್ಡ್ ಪವರ್ ಅಂತ. ಈಗೇನೊಂದು ಮಾತು ಕೊಡ್ತೇವೆ, ಮಾತು ಉಳಿಸ್ಕೊಳ್ತೀವಿ, ಮಾತು ಆಡ್ತೀವಿ, ಅದೇ ವಿಶ್ವದಲ್ಲೇ ಒಂದು ಪವರ್ ಅದು. ಒಬ್ಬ ಜಡ್ಜಿ ಕೊಡ್ಲಿ, ಪ್ರೆಸಿಡೆಂಟ್ ಆಫ್ ಇಂಡಿಯಾ ಕೊಡ್ಲಿ, ನಾನು ಕೊಡ್ಲಿ, ನೀವು ಕೊಡ್ಲಿ, ಮನೇಲಿ ಮಾತಾಗ್ಲಿ, ದಟ್ ಈಸ್ ದಿ ಬಿಗ್ಗೆಸ್ಟ್ ಪವರ್. ಆ ಪವರ್ಗೆ ನಾವು ಈ ರೀತಿ ಕೊಟ್ಟಂತ ಮಾತುಗಳಿಗೆ ನಾವೆಲ್ಲ ಕೂಡ ರಕ್ಷಣೆ ಮಾಡಿಕೊಂಡು ನಾವು ಹೋಗ್ತಾ ಇದ್ದೇವೆ. ಇಲ್ಲಿ ನಿಂತಿರೋರು ಈ ಚೇರ್ ಬೆಲೆ ಗೊತ್ತಿಲ್ಲ ಇವ್ರಿಗೆ. കുർസി ಎಷ್ಟು വാല്യൂ ಇದೆ ಅಂತ ಗೊತ್ತಿಲ್ಲ. നേതൃത്വത്തിനുള്ള ഓർമ്മപ്പെടുത്തലാണ് DK ശിവകുമാറിന്റെ ഈ വാക്കുകൾ. അത് പോസ്റ്റായും വാക്കുകളായും ഒക്കെ വരുന്നു. അതിനുശേഷം മാധ്യമങ്ങൾ നേരിട്ട് കാണുമ്പോൾ പക്ഷേ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ മറ്റൊരു സിദ്ധാന്തമാണ് അവതരിപ്പിക്കുന്നത്. തങ്ങൾക്ക് തന്നിൽ പ്രശ്നമില്ല, എല്ലാം ഞങ്ങൾക്ക് പാർട്ടിയാണ് ഞങ്ങൾക്ക് പ്രധാനം, തനിക്ക് ഒരു തിടുക്കവുമില്ല ഒരു കാര്യത്തിലും എന്ന് സൂചിപ്പിച്ച് മാധ്യമങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ മാധ്യമ ചർച്ചകൾ മാത്രമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് DK ചെയ്യുന്നത് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ. My reaction is nothing. For us, party is more important than everything. I am not claiming anything right now. Whatever the party, in the interest of the best interest of the party, we will all work together and see that the success of our party is more important than individual things. അപ്പോൾ മാധ്യമങ്ങളോട് മുന്നിൽ DK ശിവകുമാർ ഇങ്ങനെ മറുപടി നൽകുന്നു. അതേസമയം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്താനുള്ള നീക്കങ്ങൾ BJP ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. BJP DKയെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. DKയെ ഒപ്പം നിർത്താനുള്ള ചില പരാമർശങ്ങൾ BJP നേതാക്കൾ നടത്തിയിരുന്നു. സദാനന്ദ ഗൌഡ ഉൾപ്പെടെയുള്ളവർ അത്തരം കാര്യങ്ങൾ പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കോൺഗ്രസിലാകെ തമ്മിലടി ആണ് എന്ന സാഹചര്യം ചർച്ചയാക്കാനാണ് BJP നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവർക്കും DK മറുപടി നൽകുന്നുണ്ട്. തന്റെ കാര്യം ആലോചിച്ച് ജനതാദളും BJPയും ഒന്നും ബുദ്ധിമുട്ടണ്ട എന്ന കാര്യമാണ് DK പറഞ്ഞത്. ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് ഹൈക്കമാൻഡ് ഉണ്ട്, ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അത് പരിഹരിച്ചു കൊള്ളാം എന്ന കാര്യമാണ് പറഞ്ഞത്. പുറമേക്ക് മറ്റ് പ്രശ്നങ്ങളില്ല, കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം നൽകാൻ DK ശ്രമിക്കുമ്പോൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം സിദ്ധാരാമയ്യ പുലർത്തുകയാണ്. താൻ 5 വർഷവും ഭരണത്തിൽ തുടരും, അടുത്ത വർഷം ബജറ്റ് അവതരിപ്പിക്കും തുടങ്ങിയ ആവർത്തിച്ചുള്ള പരാമർശങ്ങൾ സിദ്ധാരാമയ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് MLA-മാരുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നതാണ് ആത്മവിശ്വാസം. മാത്രവുമല്ല സാമുദായിക സമവാക്യങ്ങൾ നോക്കുമ്പോൾ തനിക്ക് അത് അനുകൂലമാകും എന്ന ഒരു വിശ്വാസമാണ് സിദ്ധാരാമയ്യയ്ക്കുള്ളത്. പക്ഷേ ഹൈക്കമാൻഡിൽ ഒരു വിഭാഗത്തിന് രാഹുലിന് ഉൾപ്പെടെ DKയോട് താല്പര്യമുണ്ട് എന്നതാണ് സിദ്ധാരാമയ്യയെ അലട്ടുന്ന പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും കർണാടകയിലെ സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാണ് എന്നതാണ് സിദ്ധാരാമയ്യയുടെ ആത്മവിശ്വാസം. അത് അദ്ദേഹം ആവർത്തിച്ച് പ്രകടിപ്പിക്കുന്നു. താൻ ഇവിടെ തന്നെ ഉണ്ടാകും, 5 വർഷവും പൂർത്തിയാക്കും, 5 വർഷത്തേക്കുള്ള മാൻഡേറ്റ് ആണ് തനിക്ക് ലഭിച്ചത് എന്നതാണ് സിദ്ധാരാമയ്യ പറയുന്നത്. നമുക്കറിയാം പല വലിയ സംസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ നിന്ന് ചോർന്നു പോയിട്ടുള്ളത് അവിടുത്തെ നേതൃത്വങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൃത്യസമയത്ത് ഇടപെടാൻ ഹൈക്കമാൻഡിന് കഴിയാതെ പോയതിലൂടെയാണ്. അങ്ങനെ കോൺഗ്രസിന് നഷ്ടപ്പെട്ട നേതാക്കളുമുണ്ട്. അപ്പോൾ ജ്യോതിരാദിത്യയെ പോലെയുള്ള യുവമുഖങ്ങളെ നഷ്ടപ്പെടുത്തിയത് ഇത്തരം വീണ്ടുവിചാരമില്ലാത്ത അല്ലെങ്കിൽ കൃത്യമായ പ്രശ്ന പരിഹാരങ്ങൾ സാധ്യമല്ലാതെ പോയതുകൊണ്ടാണ്. സച്ചിൻ പൈലറ്റും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ രാജസ്ഥാനിൽ എന്താണ് എന്ന് നമുക്കറിയാം. അവിടെയൊക്കെ നേരിട്ട തിരിച്ചടി എന്താണെന്നറിയാം. അപ്പോഴാണ് നേതാക്കന്മാർ തമ്മിൽ അധികാരത്തിനുള്ള വടംവലി ദിവസങ്ങളായി കർണാടകയിൽ തുടരുന്നത്. അതും ഭരണത്തിലുള്ള 3 സംസ്ഥാനങ്ങളിലാണ്. അവിടെയാണ് ഈ പ്രശ്നം ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രശ്ന പരിഹാരം കോൺഗ്രസിന് എങ്ങനെ സാധ്യമാകുന്നു എന്നതാണ് അറിയേണ്ടത്. ഡിസംബർ 1 മുൻപ് സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നതാണ് മനസ്സിലാകുന്നത്. നേതാക്കന്മാരെ അനുനയിപ്പിക്കാനും പ്രശ്നം മറ്റു രീതിയിലൊന്നും പോകാതെ അവസാനിപ്പിക്കാനും കോൺഗ്രസിന് കഴിയുമോ എന്നതാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ കർണാടകയും കോൺഗ്രസിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും നേതൃത്വം എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണാം.